അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നമ്മളെല്ലാം ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ച് നമ്മളെ അവൻ തന്ന ആയുസ് കൊണ്ട് അവൻ്റെ ഭൂമിയിൽ നമ്മൾ വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുന്നു. ഏത് നിമിഷമാണോ എപ്പോഴാണോ നമ്മുടെ റൂഹിനെ ഇവിടുന്ന് പിടിക്കുക, നമുക്കൊരു മരണം അങ്ങനെ ആസന്നമായാൽ മരണാനന്തര ജീവിതമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് നാം എല്ലാവരും. നരകവും സ്വർഗവുമുണ്ട് എന്നും വിശ്വസിക്കുന്നവരാണ് നമ്മൾ. വളരെ തെറ്റുകൾ നമ്മളിൽ നിന്ന് വന്നു പോകുന്നുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നതും ചെവി കൊണ്ട് കേൾക്കുന്നതും അതുപോലെ നാവ് കൊണ്ട് പറയുന്നതുമായ ഒരുപാട് വിഷയങ്ങൾ തെറ്റുകളിൽ കൂടിയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഹറാം എവിടെ നോക്കിയാലും കാണുന്ന നടമാടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ നമ്മൾ മറന്നുകൊണ്ട് ഈ സുഖലോകമായ ഈ ദുനിയാവിലെ സുഖത്തിന്റെ പിന്നാലെ നടക്കുന്ന നമ്മൾ, എപ്പോഴാണ് ഏത് നിമിഷമാണ് നമ്മൾക്ക് മരണമെന്ന് നമ്മൾക്കൊരു നിശ്ചയവുമില്ല. ഒരുപാട് മനസ്സുകൊണ്ട് കോട്ടകൾ സ്വപ്നം കണ്ടുകൊണ്ട് ജീവിക്കുന്ന നമ്മൾക്ക് ഏത് നിമിഷവും അതിനെല്ലാം അവസാനിച്ചുകൊണ്ട് ഒരു യാത്ര പോകേണ്ടി വരും എന്നതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ നമ്മൾ എന്താണോ നമ്മളെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് പരിശുദ്ധ ഖുർആനിൽ പലയിടത്തും പറയുന്നുണ്ട്. നിങ്ങളെ അല്ലാഹുവിന്റെ ഇബാദത്ത് എടുക്കാനല്ലാതെ നിങ്ങളെ സൃഷ്ടിച്ചിട്ടില്ല എന്ന്. അപ്പോൾ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് അള്ളാഹു മാത്രമാണ് ഇലാഹ് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനെ സദാ നമ്മൾ ഓർത്തുകൊണ്ട് ജീവിക്കലാണ് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ. അള്ളാഹുവിനെ ഓർക്കലും റസൂലുള്ളാഹിനെ സ്നേഹിക്കലും എല്ലാമാണ് അതിൻ്റെ പ്രധാന സത്ര. അതിനായിരിക്കണം നമ്മുടെ പ്രയത്നവും നമ്മുടെ സമയവും എല്ലാം ചെലവഴിക്കേണ്ടത്. അള്ളാഹുവിനെ ഓർമ്മയില്ലാതെ റസൂലുള്ളാഹിനെ മനസ്സിലാക്കാതെ നമ്മൾക്കൊരു ജീവിതം ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ സന്താന പരമ്പരകൾക്കും അങ്ങനെ വരാൻ പാടില്ല. അതിനെല്ലാം നമ്മൾ പ്രയത്നിക്കേണ്ടതുണ്ട്. ഈ കാലഘട്ടം വളരെ മോശമായ അവസ്ഥയിൽ നമ്മുടെ മക്കളൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. എവിടെ എന്തെല്ലാം അക്രമങ്ങളും അനീതികളാണ് നാടിൻ്റെ ലോകത്തിൻ്റെ നാനാഭാഗത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. എവിടെയാണ് ദീന്, എവിടെയാണ് അല്ലാഹു, എവിടെയാണ് റസൂലുള്ളാഹിന്റെ മാതൃക, എല്ലാം എടുത്തു മാറ്റപ്പെട്ടുകൊണ്ടുള്ള ഒരു ജീവിതം ജീവിച്ചു കൊണ്ടിരിക്കുന്ന ജനത അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മനസ്സിലാക്കാതെ അവൻ ചെയ്തു തരുന്ന അനുഗ്രഹങ്ങളെ മനസ്സിലാക്കാതെ ജീവിക്കുന്ന നമ്മൾക്ക് ഒരു ആപത്ത് വരാനിരിക്കുന്നുണ്ട് എന്ന് ഒരിക്കൽ പോലും മനസ്സിലാക്കാതെ മുന്നോട്ട് പോകുന്ന നമ്മൾ, എപ്പോഴാണ് നമ്മുടെ മരണം, നമ്മുടെ റൂഹ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പിരിയുക എന്ന് നമ്മൾക്കൊരു ലക്ഷ്യമില്ല. അങ്ങനെ പിരിഞ്ഞാൽ ആ റൂഹിനൊരു സമാധാനം കിട്ടണമെങ്കിൽ, ആ റൂഹ് സന്തോഷിക്കണമെങ്കിൽ നമ്മൾ ഒരുപാട് പ്രയത്നിക്കേണ്ടതുണ്ട്. ആ റൂഹിനെ നമ്മൾ ശുദ്ധീകരിച്ചെടുക്കേണ്ടതുണ്ട്. എങ്ങനെയാണോ ശുദ്ധീകരിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്കും അള്ളാഹുവിൻ്റെ റസൂലിലേക്കും നമ്മൾ ചേരലാണ് അതിന് യഥാർത്ഥ മാർഗം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് നിർദ്ദേശിച്ചു തന്ന ആ വഴികളെ പിൻപറ്റിക്കൊണ്ട് അള്ളാഹുവിനെ മനസ്സിലാക്കി അള്ളാഹുവിലേക്ക് ലയിച്ചു ചേരാൻ നാം എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഇഷ്ടദാസന്മാരിൽ നമ്മളെ ചേർത്തുകൊണ്ട് നമ്മളെ സന്തോഷത്തിലാക്കി ദുനിയാവിലും ആഖിറത്തിലും ജീവിച്ച് ആഖിറത്തിൽ സന്തോഷത്തിലാക്കി സന്തോഷമുള്ളവരോടുകൂടെ സാലിഹീങ്ങളോടുകൂടെ ചേരാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.